ബൈപ്പാസിൽ നെല്ലിക്കോട് മണ്ണിടിഞ്ഞ് അപകടമുണ്ടായിരിക്കുന്നു എന്നാണ്. മണ്ണിനടിയിൽ ഒരാൾ കുടുങ്ങിക്കിടക്കുകയാണ്. AK അഭിലാഷ് ഉണ്ട് സ്ഥലത്ത് നിന്ന്. അഭിലാഷ്, ഇപ്പോൾ ഇയാൾക്കായി തിരച്ചിൽ നടത്തുന്നതാണ് മനസ്സിലാക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു മണ്ണിടിച്ചിലാണ് ഉണ്ടായിരിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും വിനിത, വലിയ തരത്തിലുള്ള മണ്ണിടിച്ചിലാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് ഒരു 3 തവണയായി ഇപ്പോൾ മണ്ണിടിയുന്നുണ്ട്. ഏതാണ്ട് ഒരു 10-12 മീറ്ററോളം ഉയരത്തിലുള്ള മണ്ണാണ് ഇപ്പോൾ ഇടിഞ്ഞ് താഴുന്നത്. കാരണം ഇവിടെ ഒരു കെട്ടിടത്തിൻ്റെ പണി നടക്കുകയാണ്. ആ കെട്ടിടത്തിൻ്റെ പണിയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ മണ്ണ് ഇടിച്ച് താഴ്ത്തിയിരുന്നു. അവിടെയാണ് ഇപ്പോൾ കൂടുതൽ മണ്ണ് ഇടിഞ്ഞു താഴ്ന്നിരിക്കുന്നത്. 3 പേരാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. 2 പേരെ ഇതിനകം തന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഒരാൾ കൂടി ഇതിൻ്റെ അകത്തുണ്ട് എന്നാണ് പറയുന്നത്. അയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുകയും ചെയ്തത്. കാരണം ഇവിടെ ഇത് തീർത്തും ശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണ് ഈ മണ്ണെടുത്ത് എന്നുള്ള ആരോപണങ്ങൾ പരിസരവാസികൾ ഉന്നയിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ പരാതികൾ നൽകിയിരുന്നു. പക്ഷേ ആ പരാതികളൊന്നും വേണ്ടത്ര നടപടി ഉണ്ടായില്ല എന്നുള്ള ആരോപണം അവർ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഒരാൾ ഈ മണ്ണിനടിയിൽ ഉണ്ട്. അയാളെ കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ്. ഏതാണ്ട് 15-20 മിനിറ്റിലേറെയായി ഇപ്പോൾ ഈ മണ്ണ് ഇടിഞ്ഞു വീണിട്ട്. അതിനുശേഷം ഇത്ര ദുഷ്കരമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ മണ്ണ് നീക്കുന്ന ഘട്ടത്തിൽ മുകൾ ഭാഗത്ത് വീണ്ടും മണ്ണ് ഇടിയുന്നത് വലിയ തരത്തിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അപകട സാധ്യത കൂടിയുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചുകൊണ്ട് മാത്രമേ ഇവിടെ മണ്ണ് നീക്കാൻ കഴിയൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നമായി കാണാൻ കഴിയുന്നത്. എന്തായാലും ഇവിടെ പരിസരവാസികളുണ്ട്. ഇത് എപ്പോഴാണ് ചേട്ടാ അപകടം ഉണ്ടായിരിക്കുന്നത്? ഒരു മണിക്കൂറിന് മുന്നേ, ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ വിഷയം എന്താ പറഞ്ഞാൽ, നേരത്തെ ഈ പ്ലോട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മണ്ണ് എടുക്കുന്ന സമയത്ത് നമ്മളെ ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ, വാർഡ് കൗൺസിലർ, പ്രദേശവാസികളൊക്കെ കൂടി ഇങ്ങനെ എടുക്കാൻ വേണ്ടി പാടില്ല, ഒരു 5 മീറ്റർ വിട്ടതിന് ശേഷം എടുക്കാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ ഒരു നിയമത്തിൻ്റെ എല്ലാ ഇതും ഉപയോഗപ്പെടുത്തിയിട്ടാണ് പിന്നെ ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഫുള്ളായിട്ട് മണ്ണെടുക്കുക ചെയ്തത്. അതിന് ശേഷം കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഈ സൈഡിൽ പിന്നെ ഇടിഞ്ഞതിന് ശേഷം കോർപ്പറേഷൻ കൗൺസിലർ, ഞാൻ മുൻ കൗൺസിലറാണ്, ഞങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു സംഘം, റെസിഡൻസ് ഉൾപ്പെടെയുള്ള സംഘം ഇവരായി സംസാരിച്ചു. ഈ വർക്ക് സ്റ്റോപ്പ് ചെയ്യാനും ഈ പ്രവൃത്തി പൂർത്തീകരിച്ചതിന് ശേഷം ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണ്. ഇവർ അതൊന്നും കേൾക്കാതെ പിന്നെ ആണ് ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തി നടത്തിയിട്ടുള്ളത്. വളരെ അശാസ്ത്രീയമായ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. നാട്ടുകാർ പരാതിപ്പെട്ടിട്ട് പോലും അതൊന്നും മുഖവിലക്കെടുക്കാതെ ചെയ്തു പോന്നിട്ടുള്ള ഒരു രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ആളുകൾ, എത്ര ആളുകളുണ്ടായിരുന്നു പണിക്കൂടെ? ഇതിൻ്റെ അകത്ത് 3 ആൾക്കാർ തൽക്കാലം ഉണ്ടായിരുന്നു. 2 ആൾ രക്ഷപ്പെട്ടു, ഒരാൾ അതിൻ്റെ ഉള്ളിലുണ്ട്. ഇത് എവിടുത്തെ സ്വദേശികളാണ്? ഇവർ പുറത്ത് ഒറീസ ബീഹാറുള്ള സ്ഥലത്തുള്ള ഹിന്ദിക്കാരാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അത് 3 പേരാണ് ഇവിടെ വർക്ക് ചെയ്ത്. 2 ആൾ രക്ഷപ്പെട്ടിരിക്കണ്, ഒരാൾ ഇതിനുള്ളിൽ കുടുങ്ങി കിടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. എത്ര തവണ മണ്ണിടിയുന്നു? മണ്ണ് 3 തവണ ഇടും. ഒരു ഭാഗം അവിടെ ഇടിഞ്ഞ്, രണ്ടാമത്തെ ഇടിഞ്ഞ്, മൂന്നാമത്തെ ഇനിയും ഇടിയാൻ നിൽക്കുക. മണ്ണ് ഇപ്പോൾ വീണ്ടും ഇടിയുന്ന ഒരു സാഹചര്യമാണ്. കാരണം മുകൾ ഭാഗത്ത് മണ്ണ് ഇടിയുന്നു. താഴെയുള്ള മണ്ണ് നീക്കുമ്പോഴാണ് തരത്തിൽ അപകട സാധ്യത കൂടുതൽ വെളിവാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ മുകൾ ഭാഗത്ത് മണ്ണ് ഇടിയുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം അത്രത്തോളം സുഖകരമായി നടത്താൻ കഴിയുന്നില്ല എന്നുള്ള ഒരു ആശങ്കപ്പെടുന്ന കാര്യമാണ്. കാരണം ഈ മണ്ണ് നീക്കുന്ന ഘട്ടത്തിൽ തന്നെ മുകൾ ഭാഗത്ത് മണ്ണ് ഇടിഞ്ഞു വീഴുന്നത് കൊണ്ട് തന്നെ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവിടുന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം അത്യന്തം അപകടകരമായ ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് ഉള്ളത്. ഇതിൻ്റെ അകത്ത് ഒരാൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ആശങ്കപ്പെടുന്ന കാര്യം. അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ തന്നെ മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത് എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ മണ്ണിടിയുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം മുന്നോട്ട് വരുന്ന ഒരു സ്ഥിതിയുണ്ട്. അത് രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധം മണ്ണിടിച്ചിലുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ വരുന്ന ആ ഘട്ടത്തിൽ തന്നെ ഏതാണ്ട് ഒരു 3 തവണയോളമായി ഇപ്പോൾ മണ്ണ് വീണ്ടും ഇടിയുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഇത് എത്രത്തോളം അശാസ്ത്രീയമാണ് എന്നുള്ളത്. ഇതിന് തൊട്ടടുത്ത് മുകൾ ഭാഗത്ത് ഏതാണ്ട് ഒരു 3-4 മീറ്റർ അകലെയാണ് ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇതിന് ചുറ്റുവശത്തുമായി വഴിയുണ്ട്. ആ വഴികളിൽ നിന്നൊക്കെ ഏതാണ്ട് മാറി 5 മീറ്ററെങ്കിലും മാറി മാത്രമേ ഇവിടെ മണ്ണ് നീക്കാവൂ എന്നൊരു നിർദ്ദേശം നൽകിയത്. പക്ഷേ അതൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ മണ്ണ് നീക്കം ചെയ്തിരിക്കുന്നത് നമുക്ക് വളരെ വ്യക്തമായി തന്നെ കാണാൻ കഴിയും. ഇത് നേരത്തെ റവന്യൂ വകുപ്പിൻ്റെ ഒക്കെ അന്വേഷണത്തിൻ്റെ പരിധിയിലുണ്ടായിരുന്നു. അപ്പോഴവ പരിശോധിക്കുകയും ഇവിടെ തൽക്കാലം മണ്ണെടുക്കരുത് എന്നൊക്കെ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ അതൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോയത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഏതായാലും ഇപ്പോൾ ആശങ്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ മണ്ണ് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ മണ്ണിനടിയിൽ ഒരു പശ്ചിമ ബംഗാൾ സ്വദേശിയാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അയാൾ കുടുങ്ങിക്കിടക്കുന്നു.
നടക്കുന്നു. നേരത്തെ 2 പേർ കൂടി ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു. അവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരാളെ കൂടി കണ്ടെത്താനുണ്ട്. അയാൾക്ക് വേണ്ടിയുള്ള രക്ഷാദൗത്യമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഫയർഫോഴ്സ് വീണ്ടും മണ്ണെടുക്കാനുള്ള നീക്കം ആരംഭിച്ചിട്ടുണ്ട്. വലിയ തരത്തിലുള്ള ഈ ചെങ്കലിൽ അടങ്ങിയിരിക്കുന്ന മൺകൂനകളായതുകൊണ്ട് തന്നെ അത് പൊട്ടിച്ച് വേണം അത് പുറത്തേക്ക് എടുക്കാൻ. അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനിടയിലാണ് മുകൾ ഭാഗത്ത് നിന്ന് വീണ്ടും മണ്ണിടിയുന്നത്. അതാണ് ഇപ്പോൾ ഒരു പ്രതിസന്ധിയായി നിൽക്കുകയും ചെയ്തത്. ഏതായാലും വലിയ സംഘം പോലീസും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും രക്ഷാദൗത്യവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇവിടെയാണ് ആ പ്രശ്നം നിൽക്കുന്നത്. കാരണം ആശങ്കപ്പെടുന്ന കാര്യം വീണ്ടും മണ്ണ് ഇടിയുന്നു എന്നുള്ളതാണ്. രക്ഷാപ്രവർത്തകർക്ക് പോലും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധത്തിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്.